السلام عليك أيها النبي ورحمة الله وبركاته. 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 إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. غفرانك ربنا وإليك المصير. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم الحمد لله رب العالمين. تقبل الله تقبل الله تقبل الله. കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് നമ്മെ സ്വീകരിക്കട്ടെ. നമ്മൾ ഓതിയ പരിശുദ്ധ ഖുർആൻ, ദിക്ർ, സ്വലാത്ത്, ഇസ്തിഗ്ഫാർ, തസ്ബീഹാത്തുകൾ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിൻ്റെ എല്ലാം ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൻ്റെ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും റഹ്മാനായ റബ്ബിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് പുറത്തു തരട്ടെ. എല്ലാ വിഷമതകളെയും പ്രയാസങ്ങളെയും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ ചാരിറ്റി വില്ലേജിൽ ഈ സാധു മക്കളോടൊപ്പം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് വന്നു ചേർന്ന ഓരോ വ്യക്തികൾ, കുടുംബങ്ങൾ, അവർ ഓരോരുത്തരും നിയ്യത്ത് ചെയ്തേക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ റഹീമായ റബ്ബിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് സഫലമാക്കി കൊടുക്കട്ടെ. വിശേഷമായി ഇന്ന് പ്രത്യേകം ദുആ വസിയത്ത് ചെയ്ത് വന്നിട്ടുള്ള നടയറ ഷാഫി എന്ന സഹോദരൻ നമ്മുടെ സ്ഥാപനത്തിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളും സ്ഥാപനത്തിന്റെ സെക്രട്ടറിയുമായ ജനാബ് നസ്റുല്ലാഹ് സാഹിബിന്റെ സഹോദരിയുടെ മകനാണ്. അവരുടെ പിതാവ് മുഹമ്മദ് ഹനീഫ സാഹിബ് മരണപ്പെട്ടു പോയി. അവർക്ക് വേണ്ടിയും അതുപോലെ മാതാവ് ജുമൈല ബീവി രണ്ടുപേർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗീയ ആരാമങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാൻ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. സന്തോഷകരമായ പരലോക ബർസഖി ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ചെയ്യുന്ന എല്ലാ നന്മകളുടെയും ഒരു വിഹിതം ആ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ അവരുടെ സഹോദരിയുടെ രോഗം പരിപൂർണമായിട്ടും നാഥനായ റബ്ബ് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശമനം കൊടുക്കട്ടെ. അല്ലാഹു ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ബിസിനസ്സിൽ പടച്ചറബ് പ്രത്യേകം ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഐശ്വര്യം നൽകി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ വെഞ്ഞാറമൂട് നിജാസ് എന്ന സഹോദരന്റെ കുടുംബത്തിന് എല്ലാവിധ ഹൈറും പടച്ചറബ് നൽകുമാറാകട്ടെ. അദ്ദേഹവും മനസ്സിൽ നിയ്യത്ത് ചെയ്തേക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിനെയൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ സഫലമാക്കി കൊടുക്കട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ, ഖൈർ കൊടുക്കട്ടെ. അതുപോലെ തക്കാല അറഫാത്ത് ഇബ്രാഹിം എന്ന സഹോദരന്റെ മക്കൾ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഉന്നതമായ വിജയം ലഭിക്കുന്നതിനും സ്വാലിഹീങ്ങളായ മക്കളാകുന്നതിനും വേണ്ടി നിയ്യത്ത് ചെയ്ത കാര്യം പടച്ച റബ്ബേ കബൂൽ ചെയ്യണം നാഥ. ഈ സഹോദരന്റെ ഈ മക്കൾക്ക് നല്ല ഉന്നതമായ വിജയം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. എല്ലാ അർത്ഥത്തിലും പുരോഗതിയും വളർച്ചയും നല്ല ഭാവിയും ദീനിയായ സ്വാലിഹീങ്ങളായി വളരാനുള്ള വഴികളെല്ലാം നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. അതുപോലെ ശ്രീകാര്യം മുഹമ്മദ് ഷാൻ എന്ന സഹോദരൻ വിദേശത്താണ് കഴിയുക. അദ്ദേഹത്തിന്റെ മകള് ജനിച്ചിട്ട് പരിശുദ്ധ റമദാനിന്റെ നോമ്പ് 4-ന് 7 വയസ്സാവുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ കുട്ടിയെ കബൂൽ ചെയ്യട്ടെ. ആ മാതാപിതാക്കളുടെ നിയ്യത്തിനനുസരിച്ച് അല്ലാഹു ആ കുട്ടിക്ക് എല്ലാ ഖൈറായ ഭാവിയും നൽകട്ടെ. സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ആ കുട്ടിയുടെ ആ കുടുംബത്തിന് അല്ലാഹു നൽകുമാറാകട്ടെ. അവരുടെ നിയ്യത്തുകളെ ഒക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ കബൂൽ ചെയ്യട്ടെ, വിജയിപ്പിക്കുമാറാകട്ടെ. ഖൈർ നൽകി അല്ലാഹു അവരെ നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇന്നിവിടെ എത്തിച്ചേർന്ന കിളിമാനൂരിൽ നിന്ന് വന്ന മുഹമ്മദ് ഇഖ്ബാൽ സാഹിബ്, അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു സ്വാലിഹായ സന്താനം ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞു,
സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ആ കുടുംബം അവസാന പ്രതീക്ഷയായി പടച്ചറബേ നിന്നിൽ തവക്കുലാക്കി വന്ന ആ സഹോദരിക്കും കുടുംബത്തിനും സന്തോഷത്തിന് വഴി തുറന്നുകൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണം. അതാ ആരോഗ്യവും ആരോഗ്യവതികളുമായ നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കൊടുത്തവരുടെ വിഷമം നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാ ഹൈറും അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മരണപ്പെട്ടു പോയ ആരെല്ലാം ആ കുടുംബത്തിലുണ്ട് അവർക്ക് എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. സ്വർഗം നസീബാക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാരിൽ അവരെയും നമ്മയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. അതുപോലെ റാജിഫ എന്ന സഹോദരി മരണപ്പെട്ടു പോയ മാതാവിനും പിതാവിനും വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മാതാപിതാക്കളുടെ ഖബറിനെ സ്വർഗീയ താഴ്വരയിൽ ഉൾപ്പെടുത്തട്ടെ. അനുഗ്രഹീത പരലോകം നൽകി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ഈ ചാരിറ്റി വില്ലേജിലെ നന്മകളുടെ എല്ലാ മെസ്സിലെ സവാബ് അല്ലാഹു അവിടേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ചെറുമക്കൾക്ക് നല്ല ഭാവിയും പഠനവും വിദ്യാഭ്യാസവും അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ അബീന എന്ന സഹോദരിക്ക് അല്ലാഹു ആരോഗ്യം കൊടുക്കുമാറാകട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അവരുടെ ജോലിയിൽ പടച്ചറമ്പ് പ്രത്യേകം ബറക്കത്ത് ചെയ്യുമാറാകട്ടെ, ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ. എന്തെല്ലാം മറ്റ് നിയ്യത്തുകളുണ്ടോ അതിനെല്ലാം റഹ്മാനായ റബ്ബ് സഫലമാക്കി കൊടുക്കട്ടെ. അതുപോലെ മുനീറ എന്ന സഹോദരി മരണപ്പെട്ടവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവിധ ഖൈറും നൽകുമാറാകട്ടെ. അവരെ ഇരുവർക്കും അല്ലാഹു മർഹമത്തും മഗ്ഫിറത്തും നൽകട്ടെ. സ്വർഗ്ഗാവകാശികളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ പരലോകം രക്ഷപ്പെടുന്ന സജ്ജനങ്ങളിൽ അവരെയും നമ്മയും എല്ലാവരെയും നാഥനായ റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أنزل المقعد المقرب عندك يوم القيامة. الرحم الرحيم يا ദയാലുവായ അല്ലാഹ്, സ്നേഹനിധിയായ റബ്ബേ, കാരുണ്യത്തിന്റെ കേദാരമായ റഹ്മാനെ, നിന്റെ ദർബാറിലേക്ക് നീട്ടുന്ന ഈ കരങ്ങളെ നീ വൃഥാവിലാക്കി തട്ടി മാറ്റല്ല അല്ലാഹ്. സ്വീകരിക്കണം റബ്ബേ, സ്വീകരിക്കണം അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. കാരുണ്യക്കടലായ റഹ്മാനെ അല്ലാഹ്, പടച്ച റബ്ബേ നീ കബൂലാക്കണം അല്ലാഹ്. പടച്ച റബ്ബേ, ഈ ചാരിറ്റി വില്ലേജിലെ ഈ സാധുക്കളായ മക്കൾ ആമീൻ പറയുന്ന ഈ ദുആയിൽ പ്രതീക്ഷയോടെ വന്നു ചേർന്ന പലരും ഉണ്ട് റബ്ബേ. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച അവസാന പ്രതീക്ഷ എന്നോണം വന്നവരുണ്ട് റബ്ബേ. നീ കബൂലാക്കണം അല്ലാഹ്. ഈ പരിപാവനമായ വിശുദ്ധ റമദാനിന്റെ ഒരു നോമ്പ് കൂടെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു റബ്ബേ. ഇഫ്താറിന്റെ ഇജാബത്തിന്റെ സമയത്തിലേക്ക് അടുക്കുകയാണല്ലോ റഹ്മാനെ. ഈ ഇജാബത്തിനോടൊപ്പം ഞങ്ങളെയും നീ കബൂലാക്കണം അല്ലാഹ്. നിന്റെ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനകളോടൊപ്പം സ്വീകരിക്കുന്ന സജ്ജനങ്ങളോടൊപ്പം ഈ സാധുക്കളായ ഞങ്ങളെയും നീ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ആവശ്യങ്ങളെ അവലാദികളെ നീ അറിയുന്നവനാണല്ലോ റഹ്മാനെ. ഒന്നുപോലും നഷ്ടപ്പെടാതെ കബൂലാക്കണേ അല്ലാഹ്. രോഗികളായി വന്നവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകണം അല്ലാഹ്. ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്. സമാധാനവും സന്തോഷവും നൽകണേ അല്ലാഹ്.
സുസ്ഥതയും ബറക്കത്തും നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. പടച്ചറപ്പേ, ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു ഇവിടെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞു വല്ലാതെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരും ഉണ്ടല്ലോ റബ്ബേ. അവർ ഓരോ വ്യക്തികളും അവരുടെ മനസ്സിൽ കരുതിയ ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ മുറാദുകൾ നീ സഫലമാക്കി കൊടുക്കണം അല്ലാ. ആശങ്കപ്പെടുന്ന വിഷമങ്ങളെ വേദനകളെ പരാജയങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. നിന്റെ പ്രത്യേകമായ ഹഫളത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യവും സംരക്ഷണവും നീ കൂട്ടി യോജിപ്പിച്ചു കൊടുക്കണേ അല്ലാ. നിന്റെ പ്രത്യേകമായ തണലും കാവലും നൽകണം അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, കാരുണ്യവാനായ റഹ്മാനേ അല്ലാ. മരണപ്പെട്ടു പോയ ഖബറാളികൾ മുഴുവൻ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണം അല്ലാ. സ്വർഗാവകാശികളിൽ പെടുത്തണം അല്ലാ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അധികാരിൽ പെടുത്തണേ അല്ലാ. ഞങ്ങൾ നിർവഹിച്ച നോമ്പിനെയും തറാവീഹിനെയും സദഖാത്തുകളെയും സക്കാത്തുകളെയും പുണ്യകർമ്മങ്ങളെയും ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ കബൂലാക്കണം അല്ലാ. ഒന്നുപോലും വിട്ട് കളയാതെ നീ കബൂലാക്കണേ അല്ലാ. പടച്ചറബ്ബേ റഹ്മാനായ നാഥാ, മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭാര്യ സന്താനങ്ങൾക്ക്, സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞ പലരും ഉണ്ട് റബ്ബേ. പരീക്ഷയുടെ സമയമാകുന്നു, മക്കളുടെ ഉന്നതമായ വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് വസിയത്ത് ചെയ്തവർ മറ്റ് വിവിധങ്ങളായ നീയത്തുകളുമായി നീയത്ത് ചെയ്ത് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അവരെല്ലാവരുടെയും എല്ലാ മുറാദുകളെയും നീ സഫലമാക്കണേ അല്ലാ. പടച്ചവരെ, ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ, ഞങ്ങളുടെ വീടുകൾ, കുടുംബങ്ങൾ, എല്ലാ വീടുകളും കുടുംബങ്ങളും ഇന്ന് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പടച്ചവനെ അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ് നാഥാ. ഉപജീവനത്തിന്റെ പ്രധാന വഴിയാണ് ഗൾഫ് റബ്ബേ. അവിടെ ഇന്ന് തീതുപ്പുന്ന ബോംബ് വർഷത്തിലൂടെ പ്രവർത്തനങ്ങളെല്ലാം നിശ്ചലമാകുന്ന പ്രതിസന്ധികരമായ അവസ്ഥയിലൂടെ നീങ്ങുമ്പോ നിന്റെ പ്രത്യേകമായ കാവൽ നൽകണേ അല്ലാ. നിന്റെ പ്രത്യേകമായ സംരക്ഷണം നൽകണേ അല്ലാ. നിന്റെ പ്രത്യേകമായ കാവൽ നൽകണേ അല്ലാ. പടച്ചറബ്ബേ അർഹമുർ റഹീമായ നാഥാ, ഈ ദുആ നീ സ്വീകരിക്കണം അല്ലാ. സന്താനങ്ങളില്ലാതെ ചികിത്സിച്ച് നിരാശയിലോട് അടുത്തൊരു സഹോദരി അവരുടെ മകൾക്ക് വേണ്ടി നീയത്ത് ചെയ്തു വന്ന കാര്യം നീ പ്രത്യേകം കബൂലാക്കണം അല്ലാ. എത്രയും വേഗം സാലിഹീങ്ങളായ മക്കളെ കിട്ടുന്ന സന്തോഷ വാർത്ത കേൾക്കാൻ ഞങ്ങൾക്ക് നീ വിധി കൂട്ടണേ അല്ലാ. ഒരുപാട് ഇതുപോലെ നിരാശരായവർക്ക് നീ പ്രതീക്ഷ നൽകിയ മജ്ലിസാണല്ലോ അല്ലാ. ഇവർക്ക് നീ പ്രതീക്ഷയുടെ കവാടം തുറന്നു കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ, മറ്റ് നീയത്ത് ചെയ്ത ഓരോ വ്യക്തികളും നിന്റെ മുമ്പിലേക്ക് വെച്ച ആവശ്യങ്ങൾ നിനക്ക് വ്യക്തമാണല്ലോ റബ്ബേ. ഒന്നുപോലും നഷ്ടപ്പെടാതെ നീ പൂർണ്ണമാക്കണേ അല്ലാ. ഈ പരിശുദ്ധ റമദാനിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഈ ചാരിറ്റി വില്ലേജിന് വേണ്ടി നൽകപ്പെട്ട സഹായ അഭ്യർത്ഥനയുടെ മുമ്പിൽ ചെറുതും വലുതുമായ തങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നൽകി ദുആ ചെയ്യാൻ പറഞ്ഞ പലരും ഉണ്ട് റബ്ബേ. അവരോരോരുത്തരും ഈ നിമിഷം വരെ ഏതെല്ലാം ആവശ്യങ്ങളും മനസ്സിൽ കരുതിക്കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു ഒക്കെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഈ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാ. اللهم ربنا لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. بحقه صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.